ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണിത്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് കയറി വരുന്ന വിരുന്നുകാർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. വെറും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലത്. ഇതിവിടെ കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഞാനിവിടെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ അതിൽ പകുതിയോളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ടാണ് നമ്മുടെ മാവുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായ കാരണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് 5 മിനിറ്റ് മാറ്റി വെക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാനുള്ള പാകത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിക്കാക്കിയെടുക്കാം. അതല്ല ഓവറായിട്ട് ടൈറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നുള്ളി ഇടാനുള്ള പാകത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം ഞാനിതിലേക്ക് കുറച്ച് കൈ വെച്ചിട്ട് നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എന്തായാലും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്